കാട്ടുവാൻ മക്കത്തുദിത്ത ഹബീബുള്ള മംഗകുത്തമി ആമീന ബീവി പെറ്റ മുഹമ്മദ് സല്ലല്ലാഹ്. ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സൗർ ഗുഹയിൽ പ്രവേശിച്ചു. സിദ്ദീഖിൻ അക്ബർ മടിയിൽ തല വെച്ചു. അന്ത്യപ്രവാചകർ നിദ്രയിൽ പ്രാപിച്ചു. ചന്ദ്രവദനം കണ്ട് അബൂബക്കർ പുഞ്ചിരി തൂകുന്നുണ്ട്. പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു, പോതും പഴുതു മടയ്ക്കുന്നു. പഴുതൊന്നടയ്ക്കുവാൻ ശീലത്തുമ്പില്ല, പാദവീരൽ കൊണ്ടമർത്തുന്നു. ആകെ പടച്ചുള്ള ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനയ്ക്കർഹൻ ഏകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ്. മാനവർക്കായെന്ന് നേർവഴി കാട്ടുവാൻ മക്കത്തുദിത്ത ഹബീബുള്ളാഹ് മംഗകുത്തമി ആമീന ബീവി പെറ്റ മുഹമ്മദ് സല്ലല്ലാഹ്. എന്താ സിദ്ദീഖോരെ നിങ്ങൾക്കാരെയെന്നു എന്തു പീണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന്. എന്റെ മനതാരിൽ വേദന തിങ്ങുന്നു. എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമനീർ പുരട്ടി നബി. സിദ്ദീഖിന്റെ ഉഗ്രവിഷമിറങ്ങി. ആകെ പടച്ചുള്ള ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനയ്ക്കർഹൻ ഏകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ്. മാനവർക്കായെന്ന് നേർവഴി കാട്ടുവാൻ മക്കത്തുദിത്ത ഹബീബുള്ളാഹ് മംഗകുത്തമി ആമീന ബീവി പെറ്റ മുഹമ്മദ് സല്ലല്ലാഹ്.